ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ജലാംശം ഒട്ടും തന്നെ ആവശ്യമില്ലാതെ പല നിറങ്ങളിലായി ഏകദേശം വർഷം മുഴുവനും പൂക്കൾ വിരിയുന്ന ബോൺസായ് രൂപത്തിൽ വളർത്തിയെടുക്കാൻ കഴിയുന്ന അലങ്കാര സസ്യമായ അഡീനിയമാണ് ഇന്നത്തെ അതിഥി. അഡീനിയം ഒബേസം എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഒരു സസ്യമാണിത്. തൂവെള്ള നിറം മുതൽ കടും ചുവപ്പു നിറം വരെയുള്ളതും കോളാമ്പിയുടെ ആകൃതിയിലുള്ള പൂക്കൾ തണ്ടുകളുടെ അഗ്രഭാഗത്ത് കുലകുലകളായിട്ട് ഉണ്ടായി കാണാം. കൂടാതെ ഇലകളിലും തണ്ടുകളിലും കറ കാണപ്പെടുന്നതും ഇതിൻ്റെ ഒരു സവിശേഷതയാണ്. തറയിലും ചട്ടികളിലൊക്കെ നമുക്കിത് വളർത്തിയെടുക്കാൻ കഴിയും. ചെടി നട്ടുകഴിഞ്ഞ് 2 മുതൽ 3 വർഷത്തിനുള്ളിൽ സ്വാഭാവിക ബോൺസായ് ആകൃതി ഈ ചെടിയിൽ രൂപപ്പെടുന്നു. ഇതും ഇതിൻ്റെ എടുത്തു പറയത്തക്ക സവിശേഷ ഗുണമാണ്. വിത്തുകൾ വഴിയോ ചെടികളിൽ ഗ്രാഫ്റ്റിംഗ് രീതി വഴിയോ പുതിയ ചെടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. മണലും ചുവന്ന മണ്ണും 2:1 എന്ന അനുപാതത്തിൽ തയ്യാറാക്കുന്ന മിശ്രിതത്തിൽ നമുക്ക് അടിവളമായിട്ട് ഒരു 50 ഗ്രാം സ്റ്റെറാമിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. വിത്ത് വഴിയോ ഗ്രാഫ്റ്റിംഗ് വഴിയോ വളർത്തിയെടുക്കുന്ന ചെടികളുടെ ഗോളാകൃതിയിലുള്ള താഴ്ഭാഗം മിശ്രിതത്തിന് മുകളിൽ കാണുന്ന വിധമായിട്ടാണ് നമ്മൾ ചെടി നട്ടു കൊടുക്കേണ്ടത്. ചട്ടികളിൽ നട്ട ചെടി തുടർ വളർച്ച കാണിച്ചാൽ 6-7 മണിക്കൂറൊക്കെ നമുക്ക് നേരിട്ടിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്ന ഭാഗത്തേക്ക് മാറ്റിവെക്കാം. ചാണകപ്പൊടി, ഉണക്കിപ്പൊടിച്ച ആട്ടിൻ കാഷ്ടം, മീൻവളം, സ്റ്റെറാമിൽ ഇവയെല്ലാം നമുക്ക് അഡീനിയത്തിന് നൽകാൻ കഴിയുന്ന ജൈവ വളങ്ങളാണ്. കൂടാതെ വെള്ളത്തിൽ പൂർണ്ണമായും ലയിക്കുന്ന 19-19-19 എന്ന രാസവളക്കൂട്ട് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ 2 ഗ്രാം എന്ന അളവിൽ ലയിപ്പിച്ച് 2 ആഴ്ചയിലൊരിക്കൽ നൽകുകയാണെങ്കിൽ ചെടികൾക്ക് നല്ല കരുത്തും നല്ല വളർച്ചയൊക്കെ ഉണ്ടായി വരും. മാസത്തിലൊരിക്കൽ 2 ഗ്രാം പൊട്ടാസ്യം നൈട്രേറ്റ് വെള്ളത്തിൽ ചേർത്ത് ചെടികളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെടി നിറയെ പൂക്കളുണ്ടാകുന്നതാണ്. ചെടി നട്ടിരിക്കുന്ന മണ്ണിൻ്റെ ഉപരിതലം എപ്പോഴും ഈർപ്പം നിൽക്കാത്ത വിധത്തിൽ വൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. കൂടാതെ മിശ്രിതത്തിലെ മേൽമണ്ണ് മാസത്തിലൊരിക്കൽ നന്നായിട്ട് ഇളക്കി വായു സഞ്ചാരം സുഗമമാക്കുന്നത് വഴി ഈ കടചീയൽ എന്ന അസുഖത്തിൽ നിന്ന് നമുക്ക് ഈ ചെടിയെ രക്ഷിച്ചെടുക്കാനായിട്ട് കഴിയും. ഇടയ്ക്ക് നമ്മുടെ ചെടിയുടെ അടിഭാഗത്ത് ഒരു 6-7 മണി ഫുറിഡാൻ തരികൾ വിതറി കൊടുക്കുന്നത് കീടബാധയിൽ നിന്നും നമ്മുടെ ചെടിയെ രക്ഷപ്പെടുത്തിയെടുക്കാനായിട്ട് കഴിയും. കുമിളുകൾ ഉണ്ടാക്കുന്ന ചീയൽ രോഗത്തിൻ്റെ ആദ്യ ലക്ഷണം ഇലകളിൽ കാണുന്ന മഞ്ഞ നിറമാണ്. രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 3 ഗ്രാം ഇൻഡോഫിൽ 1 ലിറ്റർ വെള്ളത്തിൽ ലായനിയാക്കിയിട്ട് 4 ദിവസത്തിലൊരിക്കൽ ചെടിയിലേക്ക് തളിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. വിത്ത് വഴി വളർത്തിയെടുക്കുന്ന ചെടികൾ 6 മുതൽ 7 മാസം വരെ പ്രായമാകുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ നിന്നും 4 മുതൽ 5 ഇഞ്ച് വരെ ഉയരത്തിൽ നിർത്തി തണ്ടിൻ്റെ മുകൾ ഭാഗം മുറിച്ച് മാറ്റി കൊടുക്കുന്നത് കൂടുതൽ ശിഖരങ്ങൾ ഉണ്ടാക്കുന്നതിന് സഹായിക്കും. മുറിക്കുന്ന ഭാഗത്ത് കുമിൾനാശിനി കുഴമ്പ് രൂപത്തിൽ നമ്മൾ തേച്ച് കൊടുക്കുകയാണെങ്കിൽ കീടബാധയിൽ നിന്നും ചെടിക്ക് സംരക്ഷണം ലഭിക്കും. മറിച്ച് ഗ്രാഫ്റ്റിംഗ് വഴി വളർത്തിയെടുക്കുന്ന തൈകൾ ആദ്യത്തെ വർഷം തണ്ട് മുറിച്ച് നീക്കേണ്ട ആവശ്യമൊന്നുമില്ല. മഴക്കാലത്ത് പൂർണ്ണമായും നന ഒഴിവാക്കുകയും മിശ്രിതത്തിൽ നിന്നും വെള്ളം വാർന്നു പോകുന്നു എന്ന് ഉറപ്പാക്കുകയും വേണം. വേനൽക്കാലത്ത് ചട്ടികളിൽ നേരിയ ഈർപ്പം നിലനിർത്തുന്ന വിധത്തിൽ നനച്ചാൽ മതിയാകും. മെയ് ജൂൺ മാസങ്ങളിലൊക്കെ നമ്മൾ ചെടിയിൽ പ്രൂണിങ് നടത്തി കൊടുക്കുകയാണെങ്കിൽ സെപ്റ്റംബർ-ഒക്ടോബർ മാസത്തോട് കൂടിയിട്ട് ധാരാളം പൂക്കൾ നമ്മുടെ ചെടിയിൽ ഉണ്ടായി കാണാം. കൂടാതെ അഡീനിയത്തിന് കുള്ളനാകൃതി നിലനിർത്തുവാനായിട്ട് ബോൺസായ് ആകൃതി ലഭിക്കാനൊക്കെ നമ്മളതിൻ്റെ പ്രൂണിങ് ചെയ്ത് കൊടുക്കുന്നത് വളരെ സഹായകമാകും. 2 മുതൽ 3 വർഷം വരെ പ്രായമായ ചെടികൾ ആഴം കുറഞ്ഞ ചട്ടികളിലേക്ക് മാറ്റി നടാവുന്നതാണ്. ഇതുമൂലം വേരുകൾ ശരിയായിട്ട് വളരാൻ സാധിക്കാതെ പുറത്തേക്ക് തള്ളി വരികയും പിന്നീട് ക്രമേണ തടിച്ച പ്രകൃതമാവുകയും ചെയ്യും. ഇതെല്ലാമാണ് നമ്മുടെ അഡീനിയം ചെടിയെക്കുറിച്ചുള്ള ചെറിയ രീതിയിലുള്ള ഒരു വിശേഷം. മറ്റ് നല്ല വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഓക്കെ, ബൈ.